മലയാളികൾക്ക് മഹത്വങ്ങൾ ഏറെയുണ്ട്. പക്ഷെ അത്ര തന്നെ ദൗർബല്യങ്ങളുമുണ്ട്. മറ്റു പല രാജ്യത്തുമുള്ളതിനേക്കാൾ കൂടുതൽ കേരളത്തിൽ വ്യത്യസ്ത സമുദായങ്ങളാണ്. ഒന്നിനൊന്ന് കിടപിടിക്കുന്ന സമുദായങ്ങളുടെ കാര്യത്തിൽ കേരളം വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ്. മറ്റു പല ഭാഗങ്ങളിലും വലിയ മേൽക്കൈയുള്ള ഒരു സമൂഹവും അതിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന മറ്റു കൊച്ചു കൊച്ചു സമൂഹങ്ങളുമായിരിക്കുമെങ്കിൽ കേരളത്തിൽ 3 പ്രബല വിഭാഗങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് താരതമ്യേന ശാക്തികമായി തുല്യത പാലിക്കുന്ന 3 സമൂഹങ്ങളാണ് കേരളത്തിലേത്. പറഞ്ഞു വരുന്നത്, ഈ സമൂഹങ്ങൾക്കിടയിൽ വളരെ ആരോഗ്യകരമായ, വളരെ മാതൃകാപരമായ സൗഹാർദ്ദങ്ങളും മൈത്രികളും നിലനിൽക്കുമ്പോഴും ചില കാര്യങ്ങളിലെങ്കിലും ഒരു കൂട്ടർ മറ്റേ കൂട്ടർക്ക് ഉള്ളുകൊണ്ട് ശത്രുത ഭാവിക്കുന്ന ചില ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ 3 പ്രബല വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തോടൊപ്പം ചേർന്ന് മറു വിഭാഗങ്ങളെ തെറി പറയുന്നവരെ പരോക്ഷമായി എങ്കിലും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ചീത്ത പറയുന്ന ചില ബ്ലോഗർമാരും യൂട്യൂബർമാരുമുണ്ട്. പതിവാണിപ്പോൾ നമ്മുടെ നാട്ടിൽ. അതിൻ്റെ കാലഘട്ടമാണല്ലോ. മറ്റ് സമുദായങ്ങളെ, ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് സത്യവും അസത്യവും കലർന്ന അധിക്ഷേപ വാക്കുകൾ ചൊരിയുന്ന യൂട്യൂബർമാരും ബ്ലോഗർമാരും ധാരാളമുണ്ട്. അവരെ ഒരിക്കലും മുസ്ലിങ്ങളോടൊപ്പം ചേർന്നവരെ മുസ്ലിങ്ങളോ, ഹിന്ദുക്കളോടൊപ്പം ചേർന്ന് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഭത്സിക്കുന്നവരെ ഹിന്ദുക്കളോ, ക്രിസ്ത്യാനികളൊപ്പം ചേർന്ന് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കുറ്റം പറയുന്നവരെ ക്രിസ്ത്യാനികളോ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മാത്രമല്ല, കർശനമായ തടയിടുകയും വേണം. ഇത് ഇവിടെ എടുത്തു പറയാൻ കാരണം, കേരളത്തിലെ ഒരു സാമ്യാർ വേഷധാരി സ്വയം അവകാശപ്പെടുന്ന ഏതോ തരം തീർത്ഥനോ പുരിയോ സരസ്വതിയോ ഒക്കെ ആണത്രേ അയാൾ. സ്വാമിയാണെന്ന് അവകാശപ്പെടുന്നു. സ്വാമിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്വാമിമാരുടെ സാധാരണ വരാറുള്ള വേഷവിധാനങ്ങളോടുകൂടി രുദ്രാക്ഷവും കാഷായ വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് പച്ചത്തെറി പറയലാണ് അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം. അതിലൂടെ അദ്ദേഹത്തിന് യൂട്യൂബിലോ മറ്റോ കാര്യങ്ങളിലോ സോഷ്യൽ മീഡിയയിൽ വരുമാനം ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ റീച്ച് ഉണ്ടായിരിക്കാം. ഏതായാലും മുസ്ലിം പക്ഷം ചേർന്നുകൊണ്ട് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും പച്ചത്തെറി പറയലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അതിൻ്റെ പേരിൽ ആ മനുഷ്യനെ ഗൾഫ് രാജ്യങ്ങളിലെ മുസ്ലിം സംഘടനകളും മറ്റും വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും അയാൾക്ക് വീട് വെക്കാനോ മറ്റുള്ള അതിരുകവിഞ്ഞ അതിരുവിട്ട സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തു പോന്നു എന്നാണ് വാർത്ത. അതേ സമയത്ത് ഇപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് പറയാൻ കാരണം, ഇപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല, അവസ്ഥ ഇപ്പോഴത്തെ അങ്ങനത്തേതാണ്. നേരെ തിരിച്ച് മറ്റ് പക്ഷങ്ങൾക്ക് വേണ്ടി ഹിന്ദുപക്ഷം ചേർന്ന് മുസ്ലിങ്ങളെ പച്ചത്തെറി പറയലാണ് ഇപ്പോഴത്തെ ജോലി. ഇപ്പോൾ മുസ്ലിങ്ങൾ നല്ലവരാണെന്നും ലോകോത്തര മതമാണ്, മികച്ച മതമാണ് ഇസ്ലാം എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ സോപ്പിട്ട് മുസ്ലിങ്ങളുടെ ചില പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ട് മുസ്ലിങ്ങളെ പറ്റി നല്ലത് പറയുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിമേതര സമുദായങ്ങളെ പറ്റി കടുത്ത നുണയും വൈരാഗ്യവും ആക്ഷേപവും ഉന്നയിച്ചു. ആ സമയത്തൊക്കെ അയാളോടൊപ്പം നിന്ന് അയാൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് ഈ മുസ്ലിം സമുദായത്തിലെ ചിലർ അയാളെ സഹായിച്ചു. അതേ കൂട്ടരെ ഇപ്പോൾ ഇയാൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരിച്ച്. ഒരു ഹിന്ദു സന്യാസി തൻ്റെ മതത്തെ തന്നെ ആ വേഷം കെട്ടിക്കൊണ്ട് തന്നെ, ആ വേഷത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ മതത്തെ ഇകഴ്ത്തി പറയുന്നു എന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ മനുഷ്യനെ അവഗണിക്കേണ്ടതാണ്. അയാൾ കൂടുതൽ ആക്ഷേപങ്ങൾക്കൊന്നും ഇടം അയാൾക്ക് പിന്നെ കൊടുത്തുകൂടാത്തതാണ്. ഏതായാലും മുസ്ലിങ്ങളിലും ഉണ്ട് വികാരജീവികൾ, മറ്റെല്ലാ മതങ്ങളിലും പോലെ. കാരണം ഒരു കഫിയ പലസ്തീനി ഡ്രസ്സ്, അറബികളുടെ ആ പുള്ളി വസ്ത്രം തോളത്തിട്ടാൽ വലിയ സന്തോഷമാവും മുസ്ലിങ്ങൾക്ക്. അതേപോലെയാണ് ഓരോ രീതികളും മുസ്ലിങ്ങളുടെ അനുകൂല ഭാവം കാണിച്ചുകൊണ്ട് കപടന്മാർ ഇത് മുതലെടുത്തുകൊണ്ട് ചിലപ്പോൾ തോളത്തൊരു അറബ് തുണി തോളത്തിട്ടുകൊണ്ടോ തലയെ കെട്ടിക്കൊണ്ടോ ചില 1-2 അറബ് വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടോ മുന്നോട്ട് വരും. കപടന്മാരാണ് അവർ. മുസ്ലിങ്ങളുടെ സഹായങ്ങളും മുസ്ലിങ്ങളിൽ നിന്ന് അവരുടെ സമ്പത്ത് തട്ടിയെടുക്കാനുള്ള സൂത്രശാലികളാണ് അവർ. അതിൽപ്പെട്ട ഒരാളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്വാമിയാർ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തനിനിറം കാണിച്ചുകൊണ്ട് അയാൾ മുസ്ലിങ്ങൾക്കെതിരെയാണ്. പാണക്കാട് തങ്ങന്മാരെ പുറത്ത് പറയാൻ കൊള്ളാൻ അറക്കുന്ന മാന്യന്മാർ ഉച്ചരിക്കാൻ പോലും മടിക്കുന്ന വാക്കുകൾ കൊണ്ടാണ് ഈ വ്യക്തി, നമ്മൾ അതിന് അയാൾക്ക് അർഹിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അയാളെ വിശേഷിപ്പിക്കുന്നില്ല, ഏതായാലും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്.
കാര്യങ്ങളൊന്നുമില്ലാതെ, കാരണങ്ങളൊന്നുമില്ലാതെ പച്ച നുണ പറഞ്ഞുകൊണ്ട് ഒരു ഫലസ്തീന്റെ ഫ്ലാഗ് എടുത്ത് വീശുകയോ അറബികളുടെ ആ പുള്ളിത്തുണി തലയിൽ കെട്ടുകയോ തോളത്തിടുകയോ ചെയ്താൽ വികാര വിജൃംഭിതരാകുന്ന ആളുകളായിക്കൂടാ മുസ്ലിങ്ങൾ. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം അനുകൂലം പറയുന്നുണ്ടെങ്കിലും അന്യമതസ്ഥരെ, അവരെ മതങ്ങളെ മുസ്ലിം പ്ലാറ്റ്ഫോമിൽ കയറുന്നുകൊണ്ട് അധിക്ഷേപിക്കാൻ ഒരിക്കലും അനുവദിച്ചു കൂടാത്തതാണ്. ഇത് മുസ്ലിങ്ങളോട് മാത്രമല്ല പറയുന്നത്, മറ്റു മതസ്ഥർക്കും ഇത് ബാധകമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ മതങ്ങളും മികവ് അതിന്റെ മാന്യതയിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിൽ പോലും ഓരോ മതക്കാരിലും പെട്ട കുറെ ആളുകൾ ഇത്തരം അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് പ്ലാറ്റ്ഫോം നൽകുകയും അവരെ മാലയിട്ട് സ്വീകരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും അവർക്ക് പരോക്ഷമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ലജ്ജാകരമായ ഒരു കാര്യമാണ്. സന്യാസി വേഷം കെട്ടി ഹിന്ദുവിനെ തന്നെ തെറി പറയുക, ക്രിസ്ത്യാനികളെ ഇകഴ്ത്തുക, മുസ്ലിങ്ങളെ പൊക്കിപ്പറയുക, ഇത് കാണുമ്പോഴേക്കും മുസ്ലിങ്ങൾ വീണു പോകരുത്. അവർക്ക് അന്യമതസ്ഥരെ ആക്ഷേപിക്കുന്നതിന്റെ പേരിൽ ഒരു മതസ്ഥരും അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൂടാ. അവർ തന്നെ അതിനെ മുളയിലെ നുള്ളിക്കളയണം, അതിനെ നിരുത്സാഹപ്പെടുത്തണം, തടയിടണം എന്നുള്ളതാണ് അതിൻ്റെത്. നിയമം അതിൻ്റെ വഴിക്ക് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ സ്വാമിയാരെ പൊക്കി എന്ന് കേൾക്കുന്നു. അതിര് കവിഞ്ഞ് അതിരുകളില്ലാത്ത വിധം ഒരു സമുദായത്തെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ അയാളെ പോലീസ് പിടികൂടി നിയമത്തിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. വളരെ വിദഗ്ധമായി അയാൾ അതിൽ നൂയി പുറത്തിയാടി എന്ന് വരാം, അയാളുടെ തൊഴിൽ തുടരുകയും ചെയ്യും. അതിന് പറ്റിയ അനുകൂലമായ സാഹചര്യം, ഒരു ബോധതലം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു കൃത്രിമമായിട്ടെങ്കിലും. മതങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി, അവർക്കിടയിൽ കലഹമുണ്ടാക്കി, ആഭ്യന്തര കലാപത്തിലേക്ക് നാടിനെ നയിച്ച് അതിലൂടെ രാഷ്ട്രീയ വിളവെടുപ്പും മുതലെടുപ്പും നടത്താമെന്നാണ് ചിലരെങ്കിലും ഇവിടെ വ്യാമോഹിക്കുന്നത്. അവർക്ക് വേണ്ടി ഏജൻസി പണിയെടുക്കുന്നവരാണ് ഇത്തരക്കാർ. കാരണം മതങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഉള്ളതും ഇല്ലാത്തതും വിളിച്ചു പറഞ്ഞ് അതിനുവേണ്ടി മതത്തിൽപ്പെട്ട ചില ദുർബല നിമിഷത്തിലെങ്കിലും അതിന് മോശമായ രീതിയിൽ പ്രതികരണം നടത്തിയാൽ അതിൻ്റെ പേരിൽ കലാപമുണ്ടാക്കുക, അതിൻ്റെ പേരിൽ രാജ്യത്തെ തകർക്കുക, ആ തകർച്ചയിൽ നിന്ന് മുതലെടുക്കുക, ഇതാണ് വ്യക്തമായ പ്രഖ്യാപിതവുമായ ലക്ഷ്യങ്ങൾ എന്ന് കാണാൻ ചിന്താശേഷിയുള്ളവർക്ക് യാതൊരു പ്രയാസവുമില്ല. അറബി വേഷം കെട്ടി നടക്കുന്ന ചിലരുണ്ട്, സന്യാസി വേഷം കെട്ടി നടക്കുന്ന ചിലരുണ്ട്, വേഷങ്ങളൊന്നും പ്രത്യേകിച്ച് കെട്ടാതെ തന്നെ വിഷമയമായ വർത്തമാനം പറഞ്ഞു കൊടുക്കുന്ന മറ്റു ചിലരുമുണ്ട്. ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞ് നിർത്തേണ്ടിടത്ത് നിർത്തി, തടുക്കേണ്ടിടത്ത് തടുത്ത്, പ്രതിരോധിക്കേണ്ടിടത്ത് പ്രതിരോധിച്ചാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് സമാധാനപരമായി നീങ്ങാനാവുകയുള്ളൂ. ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് തീർത്ഥനെന്നോ സരസ്വതി എന്നോ പുരി എന്നോ പേരിനോടൊപ്പം ചേർത്ത് ദശനാമ എന്ന ശങ്കരാചാര്യരുടെ 10 നാമങ്ങളുണ്ടത്രേ. ഭരണതലത്തിൽ ചില പ്രോത്സാഹനങ്ങളോ പിന്തുണകളോ ലഭിക്കും എന്നുള്ളതാണ് ഇതിന് കാരണം കേന്ദ്ര ഭരണം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി കൈയാളാൻ തുടങ്ങിയത് മുതൽക്കാണ് ഇങ്ങനെ കപട വേഷധാരികൾ എന്ന് തന്നെയാണ് ഇവരെ വിളിക്കേണ്ടത്. യഥാർത്ഥ വേഷക്കാർക്ക്, ഒരു സന്യാസിക്ക് ഒരിക്കലും അയാളുടെ വായിലൂടെ പറയാൻ അറപ്പ് തോന്നുന്ന വാക്കുകളാണ് ഇവർ ഉച്ചരിക്കുന്നത്, ചെയ്യാൻ അറക്കുന്ന പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത് ഈ വേഷം ധരിച്ചുകൊണ്ട്. ഇതിനെ പരോക്ഷമായോ പ്രത്യക്ഷമായോ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഇന്ന് നമ്മുടെ ഭരണകൂടത്തിലെ ചില പ്രവർത്തനങ്ങളെങ്കിലും എന്ന് കാണാൻ കഴിയും. അതീവ ശ്രേഷ്ഠമായ ആത്മീയ തലത്തിൽ പ്രവേശിച്ച ആൾ എന്ന നിലക്ക് വേഷം കെട്ടുകയും അതീവ നികൃഷ്ടമായ നീചമായ ഭാഷകൾ പ്രയോഗിക്കുകയും അതീവ ക്രൂരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ചില സന്യാസി വേഷധാരികളെ നമുക്ക് പണ്ട് മുതലേ രാജ്യത്ത് കാണാമായിരുന്നു. പണ്ടൊക്കെ ഒരു ഉമാഭാരതിയോ ഒരു സാധ്വി ഹൃദംബരയോ മാത്രമാണ് വർഗീയ ജൽപ്പനങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സന്യാസ വേഷധാരികൾ പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് രാജ്യമെമ്പാടും വിഷം വമിപ്പിച്ചുകൊണ്ട്, വർഗീയ വിദ്വേഷം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ഒരു കലാപത്തിലേക്ക് നയിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവരെ പോലെ പെരുമാറുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. ഇതിന് തീർച്ചയായും ഉത്തരവാദപ്പെട്ട മതാചാര്യന്മാർ, അത് ഹിന്ദുവിലെ ആയാലും ശരി, ക്രിസ്ത്യാനികളിലെ ആയാലും ശരി, മുസ്ലിങ്ങളിലെ ആയാലും ശരി, അതിന് നിയന്ത്രണം കൊണ്ടുവന്നേ തീരൂ. ഭരണം അതിൻ്റെ
രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഒരുപക്ഷെ ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുകയോ ഇതിന് പരോക്ഷമായ പിന്തുണ നൽകുകയോ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഉത്തരവാദപ്പെട്ട മതാചാര്യന്മാർക്ക് ഇത്തരം മതത്തിന്റെ പേരിലുള്ള കപട വേഷങ്ങളെ നിയന്ത്രിക്കാനും അതിനെ തടയിടാനും ഉത്തരവാദിത്തമുണ്ട്. കള്ള സന്യാസിമാരെ നിയന്ത്രിക്കേണ്ടത് ഹിന്ദു മതാചാര്യന്മാർ തന്നെയാണ്. ഹിന്ദുമതം അത് നൽകുന്ന ഉദാത്തമായ വിശ്വാസ സ്വാതന്ത്ര്യങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പലരും പല വക വിധ്വംസക പ്രവർത്തനങ്ങൾക്കും അതിൽ ഇടം കണ്ടെത്തുന്നത്. സന്യാസി വേഷം കെട്ടി മുസ്ലിം പ്ലാറ്റ്ഫോമിൽ കയറി സന്യാസിമാരെയും സന്യാസി സമൂഹത്തെയും അവരുടെ പിന്നിലുള്ള മത സംഹിതയും പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവരെ മുസ്ലിങ്ങൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ കയറ്റിയിരുത്തരുത്, അവർക്ക് ഇടം കൊടുക്കരുത്. അതുകൊണ്ട് സന്യാസി വേഷം കെട്ടി വരുന്ന കുംഭകർണ സ്വാമിമാരെയോ പേരിനോടൊപ്പം അറബി പേര് ചേർത്ത് വരുന്ന തട്ടമിട്ട് വരുന്ന താടി വെച്ച് വരുന്ന തൊപ്പി വെച്ച് വരുന്നവരെയോ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന അവരുടെ ഇസ്ലാമിക ആക്ഷേപങ്ങളെയോ മറ്റു കൂട്ടരും പ്രോത്സാഹിപ്പിക്കരുത്. അവരെ നിരുത്സാഹപ്പെടുത്തണം, തടയണം. അവർ ഈ സാംസ്കാരിക കേരളത്തിന് നന്മകളൊന്നും ചെയ്യാനുള്ളവരല്ല, മികച്ച സംഭാവനകളൊന്നും നൽകാൻ വേണ്ടിയല്ല അവർ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന സൗഹാർദ്ദത്തെയും സാംസ്കാരിക തനിമയെയും തകർക്കാൻ വേണ്ടി വിദേശത്തു നിന്ന് പോലും സഹായം സ്വീകരിക്കുന്ന ഏജന്റുമാരാണ് ഇവരിൽ പലരും എന്നത് തിരിച്ചറിഞ്ഞ് അവരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ നാളത്തെ തലമുറയുടെ പേരിൽ നാം ഖേദിക്കേണ്ടി വരും. മതം വിട്ടിട്ടും പഴയ മതത്തിലെ പേര് ചുമന്ന് നടക്കുന്നവർ, വേഷം ധരിച്ചു നടക്കുന്നവർ, ചില മതക്കാരുടെ വേദങ്ങളിൽ നിന്നും അതിൻ്റെ ചില സംഹിതകൾ സ്വീകരിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പേരിനോടൊപ്പം പുരി എന്നോ സരസ്വതി എന്നോ തീർത്ഥനെന്നോ ആനന്ദനെന്നോ ചേർത്ത് നടക്കുന്നവർ, ഇവരൊക്കെ വ്യാജന്മാരാണോ നല്ലവരാണോ യഥാർത്ഥമുള്ളവരാണോ എന്ന് പരിശോധിക്കാതെ അവർക്ക് വേദി ഒരുക്കാനോ അവരെ കഴിയച്ച് സഹായിക്കാനോ ആരും മെനക്കെടരുത്. സാമുദായികമായ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. രാഷ്ട്രീയവും സാമുദായികവുമായ താല്പര്യങ്ങളുടെ ക്ഷുദ്ര താല്പര്യങ്ങളുടെ പേരിൽ, സങ്കുചിത താല്പര്യങ്ങളുടെ പേരിൽ നാം ഇത്തരം വ്യാജ സന്തതികളെ, ഇത്തരം വിഷവിത്തുകളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിച്ചുകൂടാ. അതുപോലെ തന്നെയാണ് വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകളുമായി നമ്മുടെ നാട്ടിൽ വിലസുന്ന അനേകം പേരുണ്ട്. അതിന് ഏറ്റവും അധികം വർദ്ധിച്ചു വന്ന ഒരവസ്ഥയാണ് ഈ കാലത്ത് എന്ന് കാണാം. അവരെ ഏത് തരത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൂടാ, അവർക്ക് വേദി ഒരുക്കിക്കൂടാ, അവരുമായി ചർച്ചയ്ക്ക് തന്നെ സന്നദ്ധമായിക്കൂടാ. അവരെ ബഹിഷ്കരിക്കുകയായിരിക്കും ഈ സമൂഹത്തിന്റെ ഭാവിക്ക് നല്ലത്. അത് എല്ലാ സമുദായങ്ങൾക്കും വേണ്ടിയാണ് ഈ പറയുന്നത്. ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി ഇവിടെ കഴിഞ്ഞുകൂടാൻ വേണ്ടി അവരുടെ ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടി പറയുന്ന ഒരു തന്ത്രമല്ല ഇത്. മുഴുവൻ സമുദായങ്ങളുടെയും സമൂഹങ്ങളുടെയും മാനവരാശിയുടെയും മാന്യമായ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അറബികളുടെ വേഷം ധരിച്ചത് കൊണ്ട് ആരെങ്കിലും നല്ല മുസൽമാനാകുമെന്നോ, സന്യാസി വേഷം ധരിച്ചത് കൊണ്ട് സനാതനധർമ്മത്തിന്റെ കാവലാളാണെന്നോ, ക്രൈസ്തവതയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ മഹത്വം ഉദ്ഘോഷിച്ച് നടക്കുന്നവരെല്ലാവരും ക്രിസ്തുവിന്റെ മാർഗത്തിലാണെന്നോ തെറ്റിദ്ധരിച്ചു പോകരുത് എന്നുള്ളതിനാണിത് പറഞ്ഞത്. കാരണം ഇത്തരക്കാർ ആവശ്യത്തിലധികം മതം ദേഹത്ത് വാരിപ്പൂശി വാരിക്കെട്ടി നടക്കുന്നവരൊന്നും തന്നെ ആ മതത്തോട് പോലും വേണ്ടത്ര അടിസ്ഥാനപരമായ പ്രതിബദ്ധതയുള്ളവരല്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഒരു പക്ഷേ ഈ കപടവേഷധാരികൾക്ക് പുറമെ ഇതേ വേഷം ധരിച്ച നല്ലവരും ഉണ്ടായിരിക്കാം ഇതിനിടക്ക്. പക്ഷെ ആ നല്ലവരെയും കപടന്മാരെയും തിരിച്ചറിയാനുള്ള വിവേചന ശക്തി നാം കർക്കശമായി ഉപയോഗിച്ചേ മതിയാവും. യഥാർത്ഥ ഇസ്ലാം അറബ് കൾച്ചറിനെയോ അറബ് വേഷവിധാനങ്ങളെയോ പിന്തുടരലോ അനുകരിക്കലോ അല്ലാത്തതുപോലെ തന്നെ യഥാർത്ഥ സന്യാസം കാവി വസ്ത്രം ധരിച്ച് ദേഹമാസകലം ഭസ്മം പൂശി രുദ്രാക്ഷം ധരിക്കൽ മാത്രമല്ല, മാനസികമായ പരിവർത്തനമാണത്. അത് ജ്ഞാനത്തിന് വേണ്ടിയില്ല, ആത്മദാഹത്തിന്റെ പ്രതിഫലനമാണ്, സർവസംഘ പരിത്യാഗമാണത്. അതാണ് സന്യാസം എന്നാണ് നമുക്ക് ഭഗവത്ഗീതയിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5ഉം 18ഉം അധ്യായങ്ങളിൽ സൂചനയുള്ള കാര്യം. അതല്ലാതെ ആളുകളെ പറ്റിക്കാനുള്ള ബാഹ്യമായ വേഷവിധാനങ്ങൾ മാത്രമല്ല, ആത്മീയതയുടെ ഒരു അന്തർ ചൈതന്യമാണ് സന്യാസമായാലും ദീനായാലും, ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ ദീനായാലും യഥാർത്ഥത്തിലുള്ളത്. അതിനു പകരം പുറമേക്കുള്ള വേഷവിധാനങ്ങളുടെ അനുകരണങ്ങളോ കോപ്പിയടികളോ കൊണ്ട് പുറമേയുള്ള ആളുകളെ വഞ്ചിക്കാമെന്നല്ലാതെ ആത്മീയമായ ചൈതന്യം അതിൽ ഒട്ടും തന്നെ പലപ്പോഴും കണ്ടെന്നു വരില്ല. സന്യാസം എന്നത് ജ്ഞാനാന്വേഷണമാണ്.
ഭൗതിക ഇച്ഛകളെ മുഴുവൻ പരിത്യജിച്ചുകൊണ്ട് ജ്ഞാനത്തെയും ആത്മീയ സത്തയെയും അന്വേഷിക്കലാണത്. അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവരാണ് സന്യാസിമാർ. അതല്ലാതെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് സമുദായങ്ങളെ തമ്മിൽ തല്ലിച്ച് രാഷ്ട്രീയ അധികാരം കൈക്കലാക്കി സമ്പത്ത് കൊള്ളയടിച്ച് ജീവിത സുഖങ്ങൾ മുഴുവൻ ആസ്വദിച്ച് ജീവിക്കാനുള്ള കുറുക്കുവഴിയായി സന്യാസ വേഷത്തെയോ രുദ്രാക്ഷമാലകളെയോ കാവ്യ വസ്ത്രങ്ങളെയോ ഭസ്മം പൂശലിനെയോ ദുരുപയോഗം ചെയ്തുകൂടാത്തതാണ്.